കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് എടുത്തത് ഡയറക്ഷൻ കൊസൈൻസ് ആണ്. ഒരു വെക്ടർ എക്സ് ആക്സും വൈ ആക്സും ഇസഡ് ആക്സും ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ, ഇതാണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു റിസൾട്ട് കഴിഞ്ഞ L is equal to cos alpha, L is equal to cos beta, L is equal to cos gamma. നമ്മൾ എടുത്തിട്ടോ ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ പറയാം m squared plus n squared plus n squared is equal to 1 എന്ന റിസൾട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് cos squared alpha plus cos squared beta plus cos squared gamma is equal to 1. അപ്പോൾ ഇതിനകത്ത് വേറെ റിസൾട്ട് നമുക്കറിയാം sin squared theta plus cos squared theta is equal to 1. അങ്ങനെയാണെങ്കിൽ cos squared theta എന്ന് പറയുന്നത് 1 minus sin squared theta. അതായത് ഇവിടെ cos squared alpha നമുക്ക് 1 minus sin squared alpha plus cos squared beta 1 minus sin squared beta plus cos squared gamma 1 minus sin squared gamma is equal to 1. ഈ 1 ആഡ് ചെയ്താൽ 3 minus sin squared alpha plus sin squared beta plus sin squared gamma is equal to 1. ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 3 minus 1 is equal to sin squared alpha plus sin squared beta plus sin squared gamma, or sin squared alpha plus sin squared beta plus sin squared gamma is equal to 2. This is the another result. ഓർത്തിരിക്കേണ്ട റിസൾട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ അഡീഷൻ ആണ് എടുത്ത് നിർത്തിയിരുന്നത്. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ എന്നുള്ളതാണ്. അടുത്ത ഒരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്. ആ പ്രോപ്പർട്ടി അപൂർവമായിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാനാണ്. അതുകൊണ്ട് അതുകൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതായത് സംബന്ധിച്ചാണ് അസോസിയേറ്റീവ് ആണ്. അതായത് എ പ്ലസ് ബി plus c is equal to a plus b plus. That proper vector addition is vector a plus vector b. Vectors ന്റെ എഴുതുമ്പോൾ മുകളിൽ ഒരു ചെറിയ വര കൊടുക്കുന്നത് നല്ലതാണ്. വെക്ടർ എ ബി ഇങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വരവില്ല. സ്മോൾ ലെറ്റർ ആണ് എഴുതുന്നുണ്ടെങ്കിൽ നിർബന്ധമില്ല. എന്നാൽ കറക്റ്റ് എന്ന് പറയുന്നത് വെക്ടർ സിമ്പിൾ കൊടുക്കുമ്പോൾ അത് കൊടുക്കണം. അരമാർക്കൂടെ കൊടുക്കാറുണ്ട്. നമ്മൾ ആരോഗ്യം കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ചെറിയ വര കൊടുക്കാം. ഇതിന്റെ പ്രോപ്പർട്ടി ഇതാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ. ഇത് വെക്ടർ എ ആണ്, ഇത് വെക്ടർ ബി ആണ്, ഇത് വെക്ടർ സി. 3 വെക്ടേഴ്സ് വെക്ടർ. ഓക്കെ, ഏറ്റവും ആദ്യം നമുക്ക് നോക്കാം വെക്ടർ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്ത് വരും? വെക്ടർ എ പ്ലസ് ബി ഓ എ ബി സി. അങ്ങനെയാണെങ്കിൽ വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് വെക്ടർ ഒ ബി ആണ്, അല്ലേ? അത് വെക്ടർ ഒ ബി ആണ്. ശരി, ഇനി വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി എന്ന് പറഞ്ഞാൽ എന്ത് വരും? വെക്ടർ ഒ ബി പ്ലസ് വെക്ടർ ബി സി ആണ്. വെക്ടർ ഒ ബി പ്ലസ് വെക്ടർ ബി സി ആണ്. അതെന്ത് കിട്ടുക? വെക്ടർ ഒ സി. ഇതാണ് നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി. നമുക്ക് അടുത്ത ഭാഗം ബി പ്ലസ് സി. ബി പ്ലസ് ബി പ്ലസ് അതായത് എ ബി പ്ലസ് ബി സി. എന്താ പറയുക? എ സി ആണ്. എ ബി പ്ലസ് ബി സി എന്ന് പറയുന്നത് എ സി. അത് വെക്ടർ എ സി. ഓക്കെ, വെക്ടർ എ സി അല്ലേ? ബി പ്ലസ് സി. അതിന്റെ കൂടെ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ a plus b plus c is ഏതാണ്? OA. So OA plus AC ആണ്. OA plus AC. OA plus AC എന്ന് പറഞ്ഞാൽ എന്താ? OA plus AC എന്ന് പറഞ്ഞാൽ it is vector of C. ഓസ്ലേറ്റ്. അതായത് this is from 1 and 2. From 1 and 2. Number 1 and number 2. Look at that. A plus B
plus c equal to a plus ഇതാണ് അതിന്റെ വെക്ടർ അഡീഷൻ ആയിട്ട്. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് നമുക്ക് ഏറ്റവും ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടാവില്ല നിങ്ങളുടെ കയ്യിൽ. ഞാൻ ആദ്യം എടുത്ത ഭാഗമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു മാത്രമേ കേട്ടോ. ഇനി അടുത്ത ഒന്ന് രണ്ട് ചെറിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ സ്കെയിലർ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഓർക്കുക, നമുക്കൊരു പുതിയ അനാലിസിസ് ആണ്. നമ്മുടെ നമ്പേഴ്സിന്റെ കേസിൽ കുഞ്ഞുനാളിൽ നമ്പേഴ്സിന്റെ കേസിൽ നമ്പർ പഠിച്ചതിന് ശേഷം അതിന്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ പഠിച്ചു. അതേപോലെ നമ്മൾ ഈ വർഷം നമ്മൾ മെട്രിക്സസ് എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക് പഠിച്ചു. അപ്പൊ ആ മെട്രിക്സ് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ വെക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ അഡീഷൻ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. സബ്ട്രാക്ഷൻ നെഗറ്റീവ് ആണ്, റിവേഴ്സ് ഡയറക്ഷൻ ആണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ, രണ്ട് വെക്ടർ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുൻപ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുക. അതായത് വെക്ടർ എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അതിന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞു, വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ. അപ്പൊ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറ്റുക? മാഗ്നിറ്റ്യൂഡിനെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും. ഡയറക്ഷൻ സെയിം തന്നെയാണ്, ഡയറക്ഷൻ അങ്ങോട്ട് തന്നെയാണ്. -2 എന്നാണെങ്കിലോ, -2 ആണെന്നുണ്ടെങ്കിൽ ഇതാകാം 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ഡയറക്ഷൻ വ്യത്യാസമുണ്ട്, ഡയറക്ഷൻ തിരിഞ്ഞാണ് വരിക. ഇതാണ് ഇതിന്റെ ഒരു സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു വെക്ടറിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെക്ടർ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡിനെ k ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ പറയുന്നത് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. യൂണിറ്റ് വെക്ടർ ഇതിപ്പോ നമ്മൾ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ അർത്ഥം, ഒരു വെക്ടർ എ എന്ന് പറയുമ്പോൾ ഇതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും. ആ മാഗ്നിറ്റ്യൂഡ് വെച്ച് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ മാത്രമാകും. ഈ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡാണ് സാധാരണ മോഡുലസ് ഓഫ് വെക്ടർ എ എന്നാണ്. അപ്പോ ഈ വെക്ടർ എയെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടർ 5നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ എത്ര കിട്ടും? 1 ആണ്. 6നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ 1 ആണ്. അപ്പോൾ ഒരു വെക്ടർ എയെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡിന്റെ അർത്ഥം എന്താണ്? അത് എന്തുമാത്രമാണ് അതിനോട് ഉദ്ദേശിക്കുന്നത്? 5 യൂണിറ്റ് ആണോ, 6 യൂണിറ്റ് ആണോ, 7 യൂണിറ്റ് ആണോ? ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ ഈ ഒരു മേശ തള്ളണമെന്നുണ്ടെങ്കിൽ മേശ നമ്മൾ തള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ ഫോഴ്സ് കൊടുത്താൽ പോരെ, അല്പം വലിയ തള്ളിയത്. അപ്പൊ അത് മാഗ്നിറ്റ്യൂഡ് ആണ് കൃത്യമായിട്ട്. ഒരു കുഞ്ഞു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ തള്ളാനായിട്ട് ആ കുട്ടിക്ക് പറ്റില്ല, കാരണം അത്രയ്ക്കുള്ള മാഗ്നിറ്റ്യൂഡ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഈ ഡയറക്ഷനില് നല്ല വില കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ, ഫോഴ്സ് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ തള്ളി മാറ്റാനായിട്ട് പറ്റുള്ളൂ. അതൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ ഈ വെക്ടറിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ആ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് വെക്ടർ എ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടർ അത് എന്തായി? ആ മാഗ്നിറ്റ്യൂഡ് 1 ആയി. അതിന്റെ യൂണിറ്റ് ഡയറക്ഷൻ ഉണ്ടാവും. ഈ ഡയറക്ഷനിലേക്കാണെങ്കിൽ ആ ഡയറക്ഷൻ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ എ എന്ന് എഴുതുന്നത്. ഇത് യൂണിറ്റ് വെക്ടർ ആണ് എന്ന് കാണിക്കുന്ന സിമ്പിൾ. അത് ക്യാപ് എന്നാണ് വായിക്കുന്നത്. എ ക്യാപ് എന്നാണ്. എ ക്യാപ് എന്നാണ് നമ്മുടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ക്യാപ് എന്നാണ്. രണ്ടാമത്തെ അടുത്ത ഒരു കാര്യം പറയുന്നത്, നമുക്കറിയാം സ്പേസിൽ ത്രീ ഡയമെൻഷൻ ഓപ്പറേറ്റർ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് എന്നിങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ആക്സിസിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ അത് നമുക്ക് പറയുന്നത് ഐ. വൈ ആക്സിസിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ നമ്മൾ പറയുന്നത് ജെ. ഇസഡ് ആക്സിസിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ നമ്മൾ പറയുന്നത് കെ. ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്. ഐ ജെ കെ എന്ന് മാത്രം എഴുതിയാൽ അതിന്റെ അർത്ഥം യൂണിറ്റ് വെക്ടർ എന്നാണ്. ക്യാപ് എന്ന് എഴുതുന്നത് ഭംഗിയാണ്, എന്നാൽ അതിന് ഒന്നുമില്ല. അപ്പൊ അതിനർത്ഥം ഇപ്പൊ
x ആക്സിസിൽ 5 ഡിസ്റ്റൻസ് അകലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുക 5i ക്യാപ്. എന്താ ഈ 5 ആണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. മനസ്സിലായോ? ഇനി നമുക്ക് വേറെ കാൽക്കുലേറ്റർ എടുക്കാം. ഒരു പൊസിഷൻ p x y z എന്ന് പറയുന്നത് സ്പേസിലുള്ള ഒരു പോയിന്റ് ആണ്. p x y z എന്ന് പറയുന്ന സ്പേസിലുള്ള ഒരു പോയിന്റ്. അപ്പോൾ വെക്ടർ അനാലിസിസിന്റെ കേസിൽ ഇതിനെ എങ്ങനെ പറയും എന്നറിയാമോ? ഈ പൊസിഷൻ വെക്ടർ എന്താ പറയാ? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് OP എന്ന് പറയുന്ന ഈ വെക്ടർ, OP എന്ന് പറയുന്ന ഈ വെക്ടറിനെ നമുക്ക് പറയാൻ പറ്റുന്നത് xi പ്ലസ് yj പ്ലസ് zk. ഇതാണ് വെക്ടർ അനാലിസിസ് പറയുന്നത്. ഈ xy z എന്ന് പറയുന്നത് സ്പേസിലെ ഒരു പോയിന്റ് ആണ്. ഇതൊക്കെ മെഷർ പറ്റും. വെക്ടേഴ്സ് നമ്മൾ പറയുന്നത് p എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്നാണ് പറയുന്നത്. ആ പൊസിഷൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് xi plus yj plus zk. അതായത് i അത് x ന്റെ ഡയറക്ഷനിൽ x ആക്സിസിന്റെ ഡയറക്ഷനിൽ x ഡിസ്റ്റൻസ് കവർ ചെയ്യും, y ആക്സിസിന്റെ ഡയറക്ഷനിൽ y ഡിസ്റ്റൻസ് കവർ ചെയ്യും, z ആക്സിസിന്റെ ഡയറക്ഷനിൽ z ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഡയറക്ഷൻ x ആക്സിസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ആണ് i. y ആക്സിസിന്റെ ഡയറക്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് j, z ആക്സിസിന്റെ ഡയറക്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഓക്കേ xi plus yj plus zk. ശരി, ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യം ഓർക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഡുലസ് ഓഫ് വെക്ടർ r എന്ന് പറയുന്നത് നമ്മൾ ഓർക്കുക. മോഡുലസ് ഓഫ് വെക്ടർ r എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x സ്ക്വയർഡ് പ്ലസ് y സ്ക്വയർഡ് പ്ലസ് z സ്ക്വയർഡ് ആണ്. നമ്മൾ പറഞ്ഞത് ഓർക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർക്കുക r എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് x സ്ക്വയർഡ് പ്ലസ് y സ്ക്വയർഡ് പ്ലസ് z സ്ക്വയർഡ് ആണ്. ഓർക്കുക. അതുകൊണ്ട് ഓർത്താൽ വെക്ടർ OP എന്ന് പറയുന്നത് xi plus yj plus zk ആണെന്നുണ്ടെങ്കിൽ വെക്ടർ r എന്ന് പറയുന്നതാണ് വെക്ടർ മോഡുലസ് ഓഫ് വെക്ടർ r എന്ന് പറയുന്നതാണ് മോഡുലസ് ഓഫ് വെക്ടർ OP. ഇതെന്താണ്? റൂട്ട് ഓഫ് എന്ത് വരും? x സ്ക്വയർഡ് പ്ലസ് y സ്ക്വയർഡ് പ്ലസ് z സ്ക്വയർഡ്. അതാണ് OP എന്ന് പറയുന്ന വെക്ടർ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വെക്ടർ OP നെ മോഡുലസ് ഓഫ് വെക്ടർ OP വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് xi plus yj plus zk നെ റൂട്ട് ഓഫ് x സ്ക്വയർഡ് പ്ലസ് y സ്ക്വയർഡ് പ്ലസ് z സ്ക്വയർഡ് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വെക്ടർ ഇറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ. ഓക്കേ, സ്പേസിലുള്ള ഒരു വെക്ടർ കിട്ടിയാൽ ആ വെക്ടറുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്യും. ഒരു ഫോർമുലയാണ് ആക്ച്വലി വെക്ടർ യൂണിറ്റ് വെക്ടർ വെക്ടർ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്യും. ഇത് xi plus yj plus zk മാഗ്നിറ്റ്യൂഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഓർത്തിരിക്കേണ്ട അടുത്ത കാര്യം. ഇനി നമുക്ക് ഒന്ന് രണ്ട് ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചെയ്യാൻ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകാം കേട്ടോ. ആ ചെറിയ ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് x y z. ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾ തന്നെയാണ്. നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. Find the values of x, y, and z so that the vectors vector A is equal to xi plus 2j plus simple question 2j plus zk and action of the first example 4 and vector B is equal to 2y plus yj plus k are equal ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? വളരെ സിമ്പിൾ അല്ലേ? വെക്ടർ A യും വെക്ടർ B യും ഈക്വൽ ആണെങ്കിൽ അർത്ഥം എന്താണ്? xi plus 2j plus zk എന്ന് പറയുന്നത് 2y plus yj plus k എന്ന് പറയുന്നത് ഈക്വൽ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ x എത്രയാ? y എത്രയാ? y 2 z എത്രയാ? 1 അല്ലേ? That's simple question. Yes. ഇത്രയേ ഉള്ളൂ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ let A is equal. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. Let vector A is equal to I plus 2j.
I plus 2. And vector B is equal to, എന്താ വരിക 2i plus j. ആക്ച്വലുള്ള എക്സാമ്പിൾസ് എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കണം. Are the vectors vector A and vector B are equal? ചോദിച്ചിട്ടുണ്ട്. Is modulus of A equal to? Is modulus of A is equal to modulus of vector B? എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ഭാഗം ചോദിച്ചിരിക്കുന്നത് are the vectors vector A and vector B are equal? ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നാമത്തെ ഭാഗം നമുക്ക് ചെയ്യാം. മോഡുലസ് ഓഫ് വെക്ടർ A, മോഡുലസ് ഓഫ് വെക്ടർ A, മോഡുലസ് ഓഫ് വെക്ടർ A എന്ന് വെച്ചാൽ A എന്ന് പറഞ്ഞാൽ I plus 2 ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് വെക്ടർ A റൂട്ട് ഓഫ് what x squared plus y squared plus z squared ആണ്. ഇവിടെ z ന്റെ ടേം ഇല്ല. നമുക്ക് കുഴപ്പമില്ല. ഇതിന്റെ ടൂഡേ സ്പേസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കിയാൽ മതി. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് x squared plus y squared 1 squared plus 2 squared. ഇതാ 1 plus 4 root 5. ഇതാണ് മോഡുലസ് ഓഫ് വെക്ടർ. Modulus of vector B എന്ത് വരും? റൂട്ട് ഓഫ് 2i plus അല്ലേ? അപ്പോൾ 2 squared plus 1 squared 4 plus 1 root 5. വളരെ വ്യക്തമാണ്. മോഡുലസ് ഓഫ് വെക്ടർ A എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് വെക്ടർ B എന്ന് പറയുന്നത് ഈക്വൽ ആണ്. പക്ഷേ വെക്ടർ A യും വെക്ടർ B യും ഈക്വൽ ആണ് എന്നാണ് അടുത്ത ചോദിക്കുന്നത്. ഈക്വൽ അല്ല. They are not equal. കാരണം ഇതിന്റെ x കോർഡിനേറ്റ് നമ്മൾ പേപ്പറിൽ പറഞ്ഞ x കോർഡിനേറ്റ് നമുക്ക് പറയാം. അല്ലെങ്കിൽ x ന്റെ കോഎഫിഷ്യന്റ് ഇതൊക്കെ 1 y ന്റെ 2 ആണ്. ഇതെന്താണ് 2 ആണ്. കോർഡിനേറ്റ് ജോമെട്രിയിൽ പഠിച്ചിരിക്കുന്ന കാര്യം ഓർത്തു. കോർഡിനേറ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർലിങ്ക്ഡ് ആണ്. കോർഡിനേറ്റ് ജോമെട്രിയിൽ 1 2 എന്ന് പറയുന്നത് 2 1 എന്ന് പറയുന്നത് സെയിം ആണ്. സെയിം അല്ല. അതിന്റെ x കോർഡിനേറ്റ് y കോർഡിനേറ്റ് വ്യത്യാസമുണ്ട് അല്ലേ? അതുകൊണ്ട് they are not equal but the magnitude is same. Okay, yes. ഇതാണ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇരിക്കുന്നത് ഫൈൻഡ് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്റ്റർ A is equal to 2i plus 3j plus k. ഈ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്യും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് എത്രയാ? റൂട്ട് ഓഫ് x സ്ക്വയർഡ് പ്ലസ് y സ്ക്വയർഡ് പ്ലസ് z സ്ക്വയർഡ് ആണ്. അപ്പോൾ 2 സ്ക്വയർഡ് പ്ലസ് 3 സ്ക്വയർഡ് പ്ലസ് 1 സ്ക്വയർഡ് ആണ്. അപ്പോൾ ഇത് വരിക 4 പ്ലസ് 9 പ്ലസ് 1 ആണ്. അതായത് 14 4 13 14 റൂട്ട് 14 ഇതാണ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് റൂട്ട് 14. നമുക്ക് വേണ്ടത് ഇതിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടറിന്റെ അർത്ഥം a ക്യാപിറ്റൽ മതി ജീവൻ വെക്ടർ A അതിന്റെ മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്യും. അതായത് വെക്ടർ A എന്ന് പറയുന്നത് 2i plus 3j plus k ആണ്. ബൈ മോഡുലസ് എന്തൊക്കെ റൂട്ട് 5. ഇത്രയും ഇതേ ഒരു സാധനം കണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് എ വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി വെക്റ്റർ. ഫൈൻഡ് എ വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി വെക്റ്റർ A is equal to I plus I minus 2 okay? That has magnitude 7 units. ഈ വെക്ടറിന്റെ ഡയറക്ഷൻ ഉണ്ടാവണം, പക്ഷെ മാഗ്നിറ്റ്യൂഡ് 7 യൂണിറ്റ്സ് ആയിരിക്കണം. അങ്ങനെ ഒരു വെക്ടർ ഡിഗ്രി നമുക്കറിയാം 1 into 7 അല്ലേ? അപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഈ വെക്ടറിനെ ആദ്യത്തെ യൂണിറ്റ് വെക്ടറാക്കി മാറ്റണം. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. ഇനി അതിനെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളത് ചെയ്യുന്നത് ഇതിന്റെ മോഡുലസ് ആദ്യം കണ്ടുപിടിക്കും. ഈ വെക്ടറിന്റെ മോഡുലസ് അത് നമുക്കറിയാം റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് -2 the whole square എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 1 പ്ലസ് 4 റൂട്ട് 5. ഇതാണ് ഇതിന്റെ മോഡുലസ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ യൂണിറ്റ് വെക്ടർ നമ്മൾ കണ്ടുപിടിക്കാം. a ക്യാപ് എന്ന് ഇത് I minus 2 അതിനെ റൂട്ട് 5. ഇപ്പൊ എന്തായി? a എന്ന് പറയുന്ന ഈ വെക്ടറിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ അതായത്
ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയെന്ന് ചോദിച്ചാൽ പാടാണ്. ഡയറക്ഷൻ അത് ഈ വെക്ടറിന്റെ ഡയറക്ഷൻ അറിയാം. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ വെക്ടറിന്റെ ഡയറക്ഷനുള്ള 7 യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 7 യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് റിക്വയർഡ് വെക്ടർ, റിക്വയർഡ് വെക്ടർ വെക്ടർ ബി ഇറ്റ് ഈസ് 7 ടൈംസ് n, അതായത് 7 by √5 into I minus ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ ഫൈൻഡ് the unit vector in the direction of the sum of the vectors. Vector A is equal to 2i plus 2j minus 5k, and vector B is equal to 2i plus j plus 3. യൂണിറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? വെക്ടർ എ വെക്ടർ ബി വെക്ടർ എ പ്ലസ് ബി കണ്ടുപിടിക്കും. വെക്ടർ എ പ്ലസ് ബി കണ്ടുപിടിക്കും. എ പ്ലസ് ബി ഈക്വൽ ടു എത്ര വരും? എ പ്ലസ് ബി 2 plus 2 4 plus 2 plus 3 minus 5 plus 3 minus 5 plus 3 minus 2 കിട്ടി. എ പ്ലസ് ബി യുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് x സ്ക്വയർഡ് പ്ലസ് y സ്ക്വയർഡ് പ്ലസ് z സ്ക്വയർഡ്, അതായത് 4 സ്ക്വയർഡ് പ്ലസ് 3 സ്ക്വയർഡ് പ്ലസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർഡ്, അതായത് റൂട്ട് ഓഫ് 16 പ്ലസ് 9 പ്ലസ് 4 അല്ലേ? അപ്പോൾ 16 9 25 4 21. ഇതാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഈ വെക്ടറിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? എ പ്ലസ് ബി എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ അല്ലേ? എന്നെ നിങ്ങളോട് ചോദിച്ചു എ പ്ലസ് ബി ക്യാൻ എ പ്ലസ് ബി എന്ന് പറയുന്ന വെക്ടർ, ഈ വെക്ടറിന് നമുക്ക് ഒരു പേര് സി എന്ന് കൊടുത്താൽ